നമ്മളിൽ കുറച്ച് പേരെങ്കിലും ക്രാക്കഡ് വേർഷൻ അല്ലെങ്കിൽ മോഡ് ആപ്പിക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. എന്തിനാണ് ഒരു മോഡ് ആപ്പിക്ക് എടുക്കണേ അല്ലെങ്കിൽ എന്തിനാണ് ഒരു ആപ്ലിക്കേഷൻ്റെ ക്രാക്കഡ് വേർഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കണേന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിലെ വാട്സാപ്പ് കാര്യങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു, അറിയാതെ അതൊന്ന് ഡിലീറ്റ് ചെയ്യണം, അറിയാതെ പോയൊരു മെസ്സേജാണ്, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് എവ്രി വൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആർക്കും ആ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കില്ല. മറിച്ച് വാട്സാപ്പിൻ്റെ ഒരു ക്രാക്കഡ് വേർഷനായ GB വാട്സാപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു മെസ്സേജോ വീഡിയോസോ ഫോട്ടോയോ എന്താണെങ്കിലും നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഇതാണ് ഒരു ക്രാക്കഡ് വേർഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പല രീതിയിലും പല ആപ്ലിക്കേഷനിലും പല മെത്തേഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു CapCut എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ പ്രീമിയം യൂസറിന് മാത്രമായിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ക്രാക്കഡ് വേർഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കാര്യങ്ങൾ കൊടുക്കാതെ ആ ഒരു വേർഷന് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് പലരും ക്രാക്കഡ് വേർഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളിന്ന് വന്നേക്കുന്നത് ഇതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ നോക്കാനല്ല, മറിച്ച് ഇത്തരത്തിൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള പണി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ കിട്ടുന്ന പണി എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമല്ലോ. ക്രാക്കഡ് ആയാലും മോഡ് ആപ്പിക്ക് ആണെങ്കിലും ഇതൊന്ന് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്ലേ സ്റ്റോറിൽ ചെന്ന് തപ്പിയാലൊന്നും ഈ ഒരു മോഡ് ആപ്പിക്ക് കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഓരോ വെബ്സൈറ്റിലും എൻ്റർ ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്ത് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നല്ല രീതിയിലുള്ള ടൈം കാര്യങ്ങളൊക്കെ പോവും. ഇനിയിപ്പോൾ ഒരു പ്രീമിയർ പ്രോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ തപ്പി എടുക്കുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ലാർജ് ഫയൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ടൈമും പോവും. അതുപോലെ തന്നെ ഇതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ആയിക്കൊള്ളണം എന്നില്ല. അത് തന്നെയാണ് നമുക്ക് ആദ്യമേ കിട്ടാൻ പോകുന്ന പണി. ഇനി എങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഒരു കിടിലം വൈഫൈ ഉണ്ട്, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഗൂഗിളിൽ നിന്നോ ടെലഗ്രാമിൽ നിന്നോ ഈ ഒരു മോഡ് ആപ്പിക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിച്ചു എന്നിരിക്കട്ടെ, ഈ ഒരു ആപ്ലിക്കേഷൻ അവിടുന്ന് നിങ്ങളുടെ ഫോണിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഒരു വാർണിംഗ് കാര്യങ്ങളൊക്കെ തരും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് കുറച്ചധികം റിസ്ക് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഫോണിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാർണിംഗ് കാര്യങ്ങളൊക്കെ അവഗണിച്ച് ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റി ലെവലും 10 ആയിരിക്കും. അതായത് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നോർമൽ ഒരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എങ്ങനെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നു എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡെവലപ്പർ അയാൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ ഈ ഒരു പ്ലേ സ്റ്റോറിലേക്ക് കൺസോളിൽ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരവധി ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് പ്ലേ സ്റ്റോർ ആ ഒരു ആപ്ലിക്കേഷനെ അപ്രൂവ് ചെയ്ത് വിടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒറ്റ ക്ലിക്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാൽവെയർ കാര്യങ്ങളൊക്കെ അവിടെ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷന് അപ്രൂവലും കാര്യങ്ങളൊന്നും പ്ലേ സ്റ്റോറിൽ അവിടെ കൊടുക്കില്ല. ഇതിന് പറ്റിയൊരു ബെസ്റ്റ് ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ സൊമാറ്റോയിൽ ജോയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സൊമാറ്റോയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. മറിച്ച് അവർ അയച്ചു തരുന്ന ഒരു ലിങ്കിൽ കൂടെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിന് പിന്നെയുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെലിവറിക്ക് പോകുന്ന സമയത്തുള്ള കോളുകളും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല റീസണും കൊണ്ടാണ് ആ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലാത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മോഡ് ആപ്പിക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോണ പണി എന്ന് പറയുന്നത് വാട്സാപ്പിന്റെ ക്രാക്കഡ് വേർഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ GB വാട്സാപ്പ് ഉണ്ട്, പിങ്ക് വാട്സാപ്പ് ഉണ്ട്, അങ്ങനെ നിരവധി വാട്സാപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ക്രാക്കഡ് വേർഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജസ്, നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിലൊക്കെ കണ്ടെന്നും വരാം. എന്താണ് ഇതിന് പിന്നിലുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, എന്താണ് വാട്സാപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത്തരത്തിൽ വാട്സാപ്പിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് കൊടുക്കുന്ന ആ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ആരാണ് അതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. നമ്മുടെ മീഡിയാസ്, നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ ആയി നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഇനി കിട്ടാൻ പോകുന്ന പണി എന്ന് പറയുന്നത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യപ്പെടും. അതുകൂടാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെയും കാലിയാക്കാൻ ഒരു ക്രാക്കഡ് ആപ്ലിക്കേഷനെ കൊണ്ട് സാധിക്കും. അതായത് ആ ഒരു ആപ്ലിക്കേഷനിൽ ഏതൊക്കെ രീതിയിലുള്ള പെർമിഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എനേബിൾ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നോർമലി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ അതിൽ തന്നെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് റീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗാലറി റീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ പല രീതിയിലുള്ള പെർമിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് എനേബിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ എനേബിൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വന്നേക്കുന്ന ഒരു OTP കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുക എന്നുള്ളതൊന്നും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈസി ആയിട്ട് ഒരു ക്രാക്കഡ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആർക്കും പോസിബിൾ ആണെന്ന് പറയാം. ഈ ഒരു
ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങളിൽ കുറച്ച് ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതിൻ്റെയൊക്കെ പ്രീമിയം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരിക്കലുമല്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ക്രാക്കഡ് വേർഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് എൻ്റെ വീഡിയോസ്, ഈ ഒരു വീഡിയോസ് വരെയും ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിൻ്റെ പ്ലാൻസ് കാര്യങ്ങളൊന്നും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ പ്രീമിയർ പ്രോ ആണെങ്കിൽ കൂടെ 1600 രൂപ മന്ത്ലി കൊടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ ഒരു പ്ലാന് കാര്യങ്ങളൊക്കെ ബൈ ചെയ്യുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നിങ്ങൾക്കും ഒരു ക്രാക്കഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു പോവുക. അതിനുശേഷം നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ നിങ്ങൾ അതിനെ ആ ഒരു ക്രാക്കഡ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ പാടെ ഒഴിവാക്കി നല്ല ബെറ്റർ രീതിയിലുള്ള പ്രീമിയം കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്